നമസ്കാരം. നമസ്കാരം. ഈ ചിരിയാണ് ആൾക്കാർക്ക് ദേഷ്യം വന്നത്. എന്ത് ചോദിച്ചാലും ഒരു ചിരിയുണ്ട്, അഹങ്കാരം നിറഞ്ഞ ചിരി എന്ന് പറയുന്നത്. എനിക്കും തോന്നിയത് എൻ്റെ റെസ്റ്റോറൻറ്റിൽ ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ ഒരു കസ്റ്റമർ വന്നിട്ട് നാളെ ബിരിയാണി പോരാ എന്ന് എൻ്റെ മുഖത്ത് നോക്കി എത്രയോ തവണ എനിക്ക് തന്നെ ഓർക്കാൻ പറ്റുന്നൊരു 10-15 ഇൻസിഡൻസ് ഉണ്ട്. എന്നിട്ട് നിനക്ക് മനസ്സിലായില്ലോടാ. പറഞ്ഞ വാക്കുകൾ പലപ്പോഴായി മാറ്റി പറയുന്ന ഒരാളാണ് താങ്കൾ എന്നാണ് ഭയങ്കരമായിട്ടൊരു വിമർശനം. വാക്കാണ് മനസ്സിലായില്ല, മനസ്സിലാക്കി തരാം. നമ്മുടെ ഒരു ഷവർമ്മ കേസ് താങ്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരു 50 രൂപയുടെ ഷവർമ്മ എവിടുന്നോ മേടിച്ചിട്ട് ആ ഷവർമ്മയ്ക്ക് 50 രൂപ എന്ന് ഉറപ്പുണ്ടോ? താങ്കളല്ലേ പറഞ്ഞത് വീഡിയോയില്? ഞാൻ വീഡിയോയിൽ 50 രൂപ എന്ന് പറഞ്ഞു. 50 രൂപ കിട്ടിക്കഴിഞ്ഞാൽ നല്ല 50 രൂപ തന്നെയല്ലേ പറഞ്ഞു. അതായത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നീ കിടന്ന് ഉരുളൊന്നും വേണ്ട, ഇക്കാര്യമേ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. 50 രൂപയുടെ ഷവർമ്മ കിട്ടില്ലോ, സൂപ്പർ. 100 രൂപ കൂടുതൽ കൊടുത്ത് 150 രൂപയ്ക്കും 180 രൂപയ്ക്ക് ഷവർമ്മ മേടിച്ചിട്ടുണ്ടായിരുന്നു ആളും. ആര് പറഞ്ഞു? എപ്പ പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ല. വെറുതെ കിടന്ന് ഉരുളാദാശനെ. ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. കിട്ടിയല്ലേ? ഒരു ഹോട്ടലിൽ പോയിട്ട് അവിടെ ഭക്ഷണം കഴിക്കാൻ നേരത്തെ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ബില്ല് ചെയ്തു. ആദ്യം ബില്ല് ചെയ്തിട്ട് അതിനുശേഷം ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. ഏത് റീൽ ആര് ചെയ്തു? താങ്കൾ ചെയ്തേക്കുന്ന റീല്, ആ റീലിൻ്റെ ഉണ്ട്. ആ റീലൊന്ന് അയച്ചെന്ന് ഞാൻ അയച്ചുതരാം. ഇവിടെ മോല് കണ്ടോ, ഇതാ ഹൈലൈറ്റ്. ആദ്യമേ പൈസ കൊടുത്ത് ടോക്കൺ മേടിച്ചതിന് ശേഷം ഓരോ കൗണ്ടേഴ്സിലായിട്ട് നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. ഫ്ലാഷ് ബാക്ക്. സാധനം കിട്ടിയില്ലെങ്കിലും പൈസ കൊടുത്തു. കാരണം ഇവിടെ എല്ലാത്തിനും പൈസ അവിടെ ആദ്യം കൊടുക്കണം. അവിടെ ഒരു കൗണ്ടർ ഉണ്ട്, എന്നാൽ മാത്രമേ ഇതിനകത്ത് കയറാൻ പറ്റുള്ളൂ. ഇത് ഏതോ പരാന്ന ജീവി എന്റെ ഏതോ വീഡിയോ എന്തോ ചുരണ്ടിയിട്ട് അതിന്റെ ഇടയിൽ എന്തൊക്കെയോ കുത്തിക്കയറ്റി എന്തോ ചെയ്തതാണ്. നീ കൂടുതൽ വിശദീകരിച്ച് നാറാൻ നിൽക്കണ്ട. നിങ്ങൾ മക്ഡൊണാൾഡ്സിൽ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. KFCയിൽ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് വെള്ളം കൊണ്ടുതരാൻ ആളുണ്ടോ? ഇല്ല, നമ്മൾ തന്നെ പോയി. അതാണ് സെൽഫ് സർവീസ്. പക്ഷേ ഈ സർവീസിന് ആൾക്കാരുണ്ട്. മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഞാൻ പറയുന്നത് ഇന്ത്യയിലെ മക്ഡൊണാൾഡ്സും KFC അല്ല, ഒറിജിനൽ US മക്ഡൊണാൾഡ്സും KFC. ഇത് എങ്ങോട്ടൊക്കെ പോണേ? എങ്ങോട്ട്? ഞാൻ ഇവിടെ ഇരുന്നോണ്ടല്ലേ ചോദിക്കുന്നത്. നീ എന്ത് പറഞ്ഞാൽ എന്തിനാണ് അമേരിക്ക പോകുന്നത്? ഏറ്റവും വലിയ കോമഡി എന്താണെന്നറിയോ? ഈ ആൾക്കാരെ ആരെയും എനിക്കറിയാൻ പാടില്ലെന്നേ. ഇതിൽ പല പ്രമുഖരും വന്ന്, പ്രമുഖരായിട്ടുള്ള മറ്റേ യൂട്യൂബേഴ്സ് വരെ വന്ന് പറയുന്നത് എനിക്കറിയില്ല, ഇവരെ ആരെയും എനിക്കറിയാൻ പാടില്ല. നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. എനിക്ക് വായി തോന്നുന്ന ഞാൻ പറയും. നിങ്ങളിപ്പോ പ്രമുഖരെന്ന് യൂട്യൂബർ എന്നൊക്കെ പറഞ്ഞില്ലേ, അവരാരെങ്കിലും റെസ്റ്റോറന്റിൽ ഇരുന്നിട്ടുള്ള വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത്? ഇപ്പൊ തന്നെ പൊളിക്കാട്ടാ. ബിരിയാണിയിൽ നല്ല പ്രത്യേകത എന്താ പറയുക? എരിവില്ല, മസാലയ്ക്ക് എരിവില്ല. ഇല്ലല്ലോ, മസാലയ്ക്ക് എരിവില്ലല്ലോ, എരിവൊട്ടുമില്ല. സാമ്പാറിന് ഉപ്പുറോ? എന്താ ഉറക്കം വരുന്നു. ബൾക്കായിട്ടാണ് ഞങ്ങൾ കറികളും എല്ലാം കുക്ക് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ. അപ്പൊ ചില കസ്റ്റമേഴ്സ് ചോദിക്കും, ഞങ്ങൾ അവിടെ വന്നിട്ട് 1 മണിക്കൂർ ക്യൂ നിന്നിട്ടുണ്ടല്ലോ. ശരിയാണ്, ഭീകര തിരക്കാണ്. ഞാൻ എന്ത് ചെയ്യും? ഇനി ആരും സൂത്രം കാണിച്ചാ. ഞാൻ അധികം പറഞ്ഞു, ഞാൻ ഏതാണ്ട് ചെല്ലുന്നത് ഉച്ചയ്ക്ക് 12 മണി അടുപ്പിച്ചാണ്. അധികം ആളുകളൊന്നും ഇല്ല. ഞാൻ ബില്ല് ചെയ്യാൻ സമയത്ത് ഞാൻ മാത്രമേ ആ കൗണ്ടറിലുള്ളൂ. നമ്മൾ ഫുഡ് എടുക്കുന്ന കൗണ്ടറിലും ആരും ഇല്ല. എന്നിട്ടും എന്റെ ടോക്കൺ നമ്പർ വിളിക്കാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റിന് മുകളിൽ സമയം എടുത്തു. ഞാൻ വീഡിയോ ചെയ്യുന്ന തുടങ്ങിയിട്ട് 7 കൊല്ലായി. അതിനോട് പ്രസക്തിയില്ല. 7 കൊല്ലത്തിനിടയിൽ ലോകം എത്ര മാറി. ഓക്കെ, ഇപ്പോഴാണ് ക്ലിയർ ആയത് കാര്യങ്ങൾ. അതെ, ചേട്ടനോട് ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല, എല്ലാം മാച്ചളഞ്ഞേക്ക്. ഞാൻ ഈ വഴിക്ക് വന്നിട്ടേ ഇല്ല.